ഇത് വയനാട് ജില്ലയിലെ വടുവഞ്ചാൽ എന്ന സ്ഥലത്തുള്ള അനുഗ്രഹ റിട്രീറ്റ് സെൻ്ററാണ്. ഈ അടുത്ത കാലത്ത് മാത്യു വയലാമണലച്ചൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലൂടെയും നിയോഗ പ്രാർത്ഥനയിലൂടെയും പ്രസിദ്ധിയാർജിച്ച ഒത്തിരി വിശ്വാസികൾ, അനേകായിരങ്ങൾ നിയോഗ പ്രാർത്ഥനയിലൂടെ അവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിൽ നിന്ന് ഉത്തരം കണ്ടെത്തിയ ഒരു പ്രശസ്ത ധ്യാന കേന്ദ്രമാണ്. പ്രകൃതി സുന്ദരമായ വയനാടിൻ്റെ എല്ലാ മനോഹാരിതയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒത്തിരി ആളുകൾക്ക് ആശ്വാസ കേന്ദ്രമായ ഈ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പ്രാർത്ഥനാ ശുശ്രൂഷ പ്രധാനമായിട്ടും നടക്കുന്നു. വെള്ളിയാഴ്ചയാണ് ഇവിടെ ഏകദിന പ്രാർത്ഥന നടക്കുന്നത്. ഒരുപാട് വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടി സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. ഇവിടെ രാവിലെ വരുന്നവർക്ക് അത്യാവശ്യം ചായയും സ്നാക്സൊക്കെ കഴിക്കാനായിട്ടുള്ളൊരു ടീ സ്റ്റാളുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രാർത്ഥന നിയോഗ പ്രാർത്ഥനയാണ്. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് നിയോഗങ്ങൾ കൽക്കുരിശിൽ എഴുതി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട് ഇവിടെ. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് ആ കൽക്കുരിശിൽ എഴുതി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിനിവിടെ എണ്ണ ഒക്കെ നമുക്ക് വാങ്ങിക്കാനുള്ള കൗണ്ടറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രാർത്ഥനയാണ് നിയോഗ പ്രാർത്ഥന. നിയോഗത്തിരി കത്തിച്ച് വെച്ച് 9 പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക നിയോഗ പ്രാർത്ഥനയാണ്. ഇവിടെ ഇപ്പോൾ ആളുകൾ നീണ്ട ക്യൂ നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അത് നിയോഗ പ്രാർത്ഥന കൊടുക്കാനുള്ള ക്യൂ ആണ്. അനേകായിരങ്ങൾ ഈ ദിവസം ഇവിടെ നിയോഗ പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്. ഇതൊരു ധ്യാനച്ചാപ്പലാണ്. വേളാങ്കണ്ണി മാതാവിൻ്റെ മധ്യസ്ഥയിൽ മുട്ടിലിഴഞ്ഞ് നിയോഗം സമർപ്പിക്കുന്ന ചാപ്പലാണ് ഇവിടെ. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30 കുർബാനയും അതിനുശേഷം വിശുദ്ധ യൂദാശ്ലീഹയുടെ നൊവേനയും ചെറിയൊരു വചന പ്രഘോഷണമുണ്ട്. ഇതിനോട് ചേർന്നൊരു ചെറിയൊരു നിത്യാരാധന ചാപ്പൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പോയി ഈശോയുടെ സാന്നിധ്യത്തിൽ അല്പസമയം പ്രാർത്ഥിക്കാം. ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആളുകൾ കൽക്കുരിശിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിവിടുത്തെ ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഇപ്പോൾ ഇവിടെ രാവിലെ വചനപ്രഘോഷണം 8:30 ആരംഭിക്കുക. അത് വൈകിട്ട്, അതായത് ഉച്ചതിരിഞ്ഞ് 2:30 അവസാനിക്കുക. ഇപ്പോൾ കുരിശിൻ്റെ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോഴാണ് പ്രധാന വചനപ്രഘോഷണം ആരംഭിക്കുക. ഇവിടെ അധികം ഉള്ളിലോട്ട് പോയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് അനുവാദമില്ല. ഇത് തന്നെ പ്രത്യേകം പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഈ പ്രാർത്ഥനാ നിയോഗങ്ങളിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിപ്പോകുന്നത് നന്നായിരിക്കും.